പ്രണയമെന്ന് പറയുന്നത് പല രീതിയിലും സ്വഭാവത്തിലും ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രണയ രീതിയാണ് വിവാഹം കഴിച്ച് ഒരു കുടുംബവുമായി ജീവിക്കുന്ന സ്ത്രീകളോട് പ്രണയത്തിലാകുക എന്നത്. കല്യാണം കഴിക്കാത്ത യുവാക്കളും അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുടുംബവുമായി ജീവിക്കുന്ന ഭർത്താക്കന്മാരുമാണ് ഈ കൂട്ടത്തിലുണ്ടാകും. ഇത്തരം പ്രണയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല എങ്കിലും അത്തരത്തിലുള്ള പ്രണയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളും അതിൻ്റെ പിന്നിലെ കാരണങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. വിവാഹം കഴിച്ച് കുടുംബവുമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ച മറ്റൊരു സ്ത്രീയോട് ഒരു പ്രണയം തോന്നുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആ വ്യക്തിക്ക് ശാരീരികമായ ആവശ്യത്തിന് തൻ്റെ ഭാര്യ അത്രയ്ക്ക് പോരാ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതിൻ്റെ ആദ്യ ലക്ഷണം സ്വന്തം ഭാര്യയെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുക എന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കി ആ പെൺകുട്ടി കൊള്ളാമെന്ന് മനസ്സിലാക്കി മാത്രമാണ് ഏതൊരു പുരുഷനും വിവാഹം കഴിക്കുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിന് കൃത്യമായ ഒരു തൃപ്തിപ്പെടൽ ആ പുരുഷന് കിട്ടാതെ വരുമ്പോൾ കാഴ്ചയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ ആ പുരുഷൻ കണ്ടിട്ടുണ്ടാവാം. ആ സമയത്തുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഭാര്യ അത്ര പോരാ എന്ന ഒരു തോന്നലും കുറ്റപ്പെടുത്തലുമൊക്കെ തുടങ്ങുന്നത്. എന്നാൽ യുവാക്കളായിട്ടുള്ള വ്യക്തികൾ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളുമായി സൗഹൃദത്തിൽ തുടങ്ങി പിന്നീട് അത് പ്രണയബന്ധത്തിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അടിസ്ഥാനപരമായി ഇതിനുള്ള ഒരേ ഒരു കാര്യം ആ സ്ത്രീയുമായി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നാണ്. അത് നേരിട്ടാവണമെന്നില്ല, വീഡിയോ കോളിലൂടെയോ മെസ്സേജിലൂടെയോ ഒക്കെയാവാം. ഇത്തരക്കാരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ്, ആ സ്ത്രീയാകുമ്പോൾ സെക്സ് പരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാം, അതുകൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങൾ കൂടുതലായി നടക്കും എന്നൊക്കെയാണ്. പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം, പുരുഷന്മാർ പൊതുവെ ഒന്നിലധികം ഇണകളെ വേണമെന്ന് കൂടുതലായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് യുവാക്കളായാലും വിവാഹം കഴിച്ച പുരുഷനാണെങ്കിലും അവർക്ക് ഒരു സ്ത്രീയിൽ നിന്നും മറ്റൊരു സ്ത്രീയിലേക്ക് പോകണമെന്ന ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാകും എന്നതാണ് സത്യം. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാകുമ്പോൾ ആ ബന്ധം കുറച്ചുകൂടി സേഫ് ആണെന്നുള്ള ഒരു ചിന്തയും ഇവർക്കുണ്ടാവും. കാരണം ഇവർ വിവാഹം കഴിഞ്ഞ് കുട്ടികളും കുടുംബവുമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം രഹസ്യമായി വെക്കുമെന്ന ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണിവർ ഇങ്ങനെയൊരു ബന്ധത്തിന് മുതിരുന്നത്. അടുത്തതായി, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീയുമായുള്ള ബന്ധം താൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി നടക്കും എന്നുള്ള തോന്നൽ പുരുഷനിലുണ്ടാകുന്നു. മറ്റൊരു കാര്യം, വിവാഹം കഴിച്ച സ്ത്രീകൾ പങ്കാളിയുമായിട്ട് നല്ല രീതിയിൽ അല്ല ബന്ധം തുടരുന്നത് എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള വ്യക്തികൾ ആ സ്ത്രീയുമായിട്ട് തുടക്കത്തിൽ സൗഹൃദമുണ്ടാക്കുകയും പിന്നീടത് പ്രണയത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. കൂടുതലായും ഇത്തരം സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായി വീട്ടിൽ ഉണ്ടാകാത്ത ഒരവസ്ഥയായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ട കെയറിങ് ലഭിക്കണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളെ ഈ കൂട്ടർ കൃത്യമായി ഉപയോഗിക്കുന്നു. ഓർക്കുക, വിവാഹം കഴിച്ച ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടാക്കുക
പിന്നീട് പ്രണയത്തിലേക്ക് മാറുക, അതൊരിക്കലും സത്യസന്ധമായ പ്രണയമായിരിക്കില്ല. കാരണം അവരെ ഒരിക്കലും നമ്മൾ വിവാഹം കഴിക്കാനായി ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ബന്ധം മോശമായ സാഹചര്യത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബത്തിൽ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്.